ഹായ് എവരി വൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ആരോഗ്യ കേരളം റിക്രൂട്ട്മെൻറ്റ് 2024 എപ്പിഡെമിയോളജിസ്റ്റ് ജോലി നേടാനുള്ള ഒരു അവസരമാണ്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ലാസ്റ്റ് ഡേറ്റ്, ഏജ് ലിമിറ്റ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. ആരോഗ്യ കേരളം റിക്രൂട്ട്മെൻറ്റ് 2024 ആരോഗ്യ കേരളം ദേശീയ ആരോഗ്യ ദൗത്യം എപ്പിഡെമിയോളജിസ്റ്റ് ജോലി ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കി. ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. ഈ 12 എപ്പിഡെമിയോളജിസ്റ്റ് തസ്തികകൾ മലപ്പുറം, കേരളമാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 8/8/2024 മുതൽ 19/8/2024 വരെ ഓൺലൈനായി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കി നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ജോബ് ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ആരോഗ്യ കേരളം റിക്രൂട്ട്മെൻറ്റ് 2024 ഹൈലൈറ്റുകൾ. സംഘടനയുടെ പേര് ആരോഗ്യ കേരളം, ദേശീയ ആരോഗ്യ ദൗത്യം. തസ്തികയുടെ പേര് എപ്പിഡെമിയോളജിസ്റ്റ്. ജോലി തരം കേരള ഗവൺമെൻറ്. റിക്രൂട്ട്മെൻറ്റ് തരം കരാറ്. ഒഴിവുകൾ 12. ജോലി സ്ഥലം മലപ്പുറം, കേരളം. ശമ്പളം 55,250 രൂപ പ്രതിമാസം ലഭിക്കുന്നതാണ്. അപേക്ഷയുടെ രീതി ഓൺലൈനായിട്ടാണ്. അപേക്ഷ ആരംഭിക്കുന്നത് 8/8/2024. അവസാന തീയതി 19/8/2024 ജോലിയുടെ വിശദാംശങ്ങളാണ് പറയുന്നത്. പ്രധാന തീയതി ആരോഗ്യ കേരളം റിക്രൂട്ട്മെൻറ്റ് 2024. അപേക്ഷിക്കാനുള്ള ആരംഭ തീയതി 8 ഓഗസ്റ്റ് 2024. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 19 ഓഗസ്റ്റ് 2024. ഒഴിവുകളുടെ വിശദാംശങ്ങൾ. എപ്പിഡെമിയോളജിസ്റ്റ് 12 വേക്കൻസിയാണ് ഉള്ളത്. നെക്സ്റ്റ്, ഈ പോസ്റ്റിൻ്റെ സാലറി ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. എപ്പിഡെമിയോളജിസ്റ്റ് 55,250 രൂപ പ്രതിമാസം ലഭിക്കുന്ന ഒരു ജോബാണിത്. നെക്സ്റ്റ്, പ്രായപരിധിയാണ് പറയുന്നത്. ആരോഗ്യ കേരളം റിക്രൂട്ട്മെൻറ്റ് 2024 എപ്പിഡെമിയോളജിസ്റ്റ് 1/7/2024 പരമാവധി 40 വർഷമാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ, പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ എപ്പിഡെമിയോളജിയിൽ ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ, MD, MPH, DPH, MAE മുതലായവ. എപ്പിഡെമിയോളജി, പബ്ലിക് ഹെൽത്തിൽ 5 വർഷത്തെ പരിചയമുള്ള ഏതെങ്കിലും മെഡിക്കൽ ബിരുദധാരി. പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ എപ്പിഡെമിയോളജി എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കുറഞ്ഞത് 2 വർഷത്തെ പരിചയം ആവശ്യമാണ്. ഇതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞ എലിജിബിലിറ്റി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, അപേക്ഷാ ഫീസാണ് പറയുന്നത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് സെലക്ഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് പറയുന്നത്. പ്രമാണ പരിശോധന, എഴുത്തു പരീക്ഷ, വ്യക്തിഗത അഭിമുഖം എന്നിങ്ങനെയാണ് നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എപ്പിഡെമിയോളജിസ്റ്റ് പോസ്റ്റുകൾക്ക് നിങ്ങൾ യോഗ്യനാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന ഓൺലൈൻ അപേക്ഷാ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് അനുയോജ്യമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കുക. നിങ്ങൾക്ക് 8 ഓഗസ്റ്റ് 2024 മുതൽ 19 ഓഗസ്റ്റ് 2024 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഗൂഗിൾ ഫോം മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ ഉദ്യോഗാർത്ഥികളോട് നിർദ്ദേശിക്കുന്നു. ഹാർഡ് കോപ്പികൾ പരിഗണിക്കുന്നതല്ല. നെക്സ്റ്റ്, ഓൺലൈനായി അപേക്ഷിക്കാൻ ചുവടെ നൽകിയിരിക്കുന്ന ഘട്ടങ്ങൾ പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഔദ്യോഗിക വെബ്സൈറ്റ് തുറക്കുക. റിക്രൂട്ട്മെൻറ്റ് കരിയർ പരസ്യ മെനു എന്നതിൽ
എപ്പിഡെമിയോളജിസ്റ്റ് പോസ്റ്റുകളുടെ ജോലി അറിയിപ്പ് കണ്ടെത്തി അതിൽ ക്ലിക്ക് ചെയ്യുക. അവസാനം നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ഡൗൺലോഡ് ചെയ്യുക. അറിയിപ്പ് പൂർണ്ണമായി വായിക്കുക. ശ്രദ്ധാപൂർവ്വം നിങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുക. താഴെയുള്ള ഔദ്യോഗിക ഓൺലൈൻ അപേക്ഷ രജിസ്ട്രേഷൻ ലിങ്ക് സന്ദർശിക്കുക. ആവശ്യമായ വിശദാംശങ്ങൾ തെറ്റുകൾ കൂടാതെ കൃത്യമായി പൂരിപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ടത് ഗൂഗിൾ ഫോം വഴിയാണ്. അറിയിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഫോർമാറ്റിലും വലിപ്പത്തിലും ആവശ്യമായ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യുക. അവസാനമായി രജിസ്റ്റർ ചെയ്ത വിശദാംശങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ച ശേഷം സമർപ്പിക്കുക. അടുത്തതായി ആരോഗ്യ കേരളത്തിന് അപേക്ഷാ ഫീസ് ആവശ്യമാണെങ്കിൽ അറിയിപ്പ് മോഡ് അനുസരിച്ച് പണമടയ്ക്കുക. അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുക. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സുരക്ഷിതമായി സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൽ വാക്കൻസികൾ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ജോബായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം അപ്ലൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്